സെക്ഷൻ 3.2 കോൺകേവിറ്റി ആൻഡ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കോൺകേവിറ്റി ആണ്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഇന്റർവൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, then the graph of f is concave upward. ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. Concave upward on the same interval a less than x less than b if f dash is increasing, and concave downward on the same interval if f dash is decreasing. അപ്പോൾ വളരെ എളുപ്പമുള്ള ഡെഫിനിഷൻ ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് on the interval a less than x less than b. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. ആ എഫ് ഡാഷ് ഇൻക്രീസിംഗ് ആണെങ്കിൽ we say that it is concave upward. Graph of f concave upward ആണെന്ന് പറയും. എഫ് ഡാഷ് ഡിക്രീസിംഗ് ആണെങ്കിൽ we say that concave downward. The graph of f is concave downward എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഈ ഒരു പോയിന്റിന്റെ ടാൻജന്റ് ഇതാണ് അല്ലെ. പിന്നെ ടാൻജന്റ് ഇവിടെ വന്നു, പിന്നെ ഇപ്പുറത്ത് വന്നു, ഇവിടെ വന്നു, പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ടാൻജന്റ് ആയി, പിന്നെ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് ആദ്യം ഈ സ്ലോപ്പ് ആയിരുന്നു, ഈ ഒരു ഇതായിരുന്നു, പിന്നെ അത് ഇങ്ങനെ കൂടി, പിന്നെ ഇങ്ങനെ കൂടി. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ, എഫ് ഡാഷ് ഇൻക്രീസിങ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പി എന്നൊരു പോയിന്റ് കിട്ടി. അതിനുശേഷം സ്ലോപ്പുകൾ എന്താ സംഭവിച്ചത്, സ്ലോപ്പ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. അതായത് പിന്നെ എങ്ങനെയാണ് കിട്ടിയത്, ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു എപ്പോഴാണ് സ്ലോപ്പ് ഇൻക്രീസിംഗ് എന്നും എപ്പോഴാണ് സ്ലോപ്പ് ഡിക്രീസിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് കോൺകേവ് അപ്വേർഡ് ആവണ കേസ് നോക്കി നോക്കാം. ഈ ഒരു ഫിഗർ എടുത്ത് നോക്കും. ഇവിടെ സ്ലോപ്പ് ആദ്യം നെഗറ്റീവ് സ്ലോപ്പ് ആണ്, പിന്നെ അത് കുറഞ്ഞു വന്നു, പിന്നെ എക്സ് ആക്സിസിനോട് പാരലൽ ആകുമ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് വന്നു, പിന്നെ ഈ ഒരു സ്ലോപ്പ് വന്നു, പിന്നെ ഇങ്ങനെ സ്ലോപ്പ് വന്നു. സോ ഇവിടെ സ്ലോപ്പ് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എഫ് ഡാഷ് എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലെ. ഓക്കെ, ദ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്. സ്ലോപ്പ് ഇൻക്രീസിംഗ് ആകുമ്പോൾ നമ്മൾ എന്താ ഡെഫിനിഷൻ, എഫ് ഡാഷ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ കോൺകേവ് അപ്വേർഡ് ആണ്. സോ വി സേ ദാറ്റ് ദിസ് ഈസ് കോൺകേവ് അപ്വേർഡ്. ഇവിടെ നോക്കിയോ, ഇവിടെ സ്ലോപ്പ് എന്താ സംഭവിച്ചിരിക്കുന്നത്, സ്ലോപ്പ് ഇവിടെ ആദ്യം പോസിറ്റീവ് സ്ലോപ്പ് ആയിരുന്നു, പിന്നെ ആ സ്ലോപ്പ് കുറഞ്ഞു, പിന്നെ അത് 0 ആയി അല്ലെ. എക്സ് ആക്സിസിന്റെ പാരലൽ ആകുമ്പോൾ 0 ആയി, പിന്നെ അത് നെഗറ്റീവ് ആയി. സോ പിന്നെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ ഇവിടെ സ്ലോപ്പ് എന്താ, ഇവിടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്ത് വരികയാണ്, ഇവിടെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ വി സേ ദാറ്റ് ഹിയർ ദ ഗ്രാഫ് ഈസ് കോൺകേവ് ഡൗൺവേർഡ്. അപ്പൊ ഡെഫിനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കണം. സ്ലോപ്പ് ഇൻക്രീസിംഗ് ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് കോൺകേവ് അപ്വേർഡ്, ആൻഡ് സ്ലോപ്പ് ഡിക്രീസിംഗ് ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് കോൺകേവ് ഡൗൺവേർഡ്. So this is the figure, concavity and the slope of the tangent. ആദ്യം സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ 0 ആയി, പിന്നെ ഇവിടെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടണത്, സ്ലോപ്പ് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മൾ എന്താ ഡെഫിനേഷൻ പഠിച്ചത്, ഇത് കോൺകേവ് അപ്വേർഡ് ആയിരിക്കും. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. കോൺകേവ് അപ്വേർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു യു ഷേപ്പ് ആയിരിക്കും. നമ്മൾ ഈ ഫിഗറിൽ കണ്ടതാണ് അല്ലെ, ഒരു യു ഷേപ്പ് ആണ് ഇവിടെ. ഇതോ ഇൻവേർട്ടഡ് യു ഷേപ്പ്, കോൺകേവ് ഡൗൺവേർഡ്. അപ്പൊ ഇതിനെ നമ്മൾ കോൺകേവ് അപ്വേർഡ്, നമ്മളൊരു കൈ വെച്ച് നോക്കിയെന്ന് വെച്ചാൽ അതിനകത്ത് അല്ലെ, വെള്ളം അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് കൈ വരിക, അല്ലെങ്കിൽ ഗ്രാഫ് അങ്ങനെയാണ് വരിക. അതാണ് ഇവിടെ ഹോൾഡ്സ് ദി വാട്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ലോപ്പ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. പോസിറ്റീവ് നിന്ന് 0 ആയി, പിന്നെ നെഗറ്റീവ് സ്ലോപ്പ് ആയി. സോ ഇവിടെ ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ്, ഓർ കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ സ്പിൽസ് വാട്ടർ ഷേപ്പ്, ആ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. Now we have a procedure for finding the concavity of a function, that is second derivative procedure for determining intervals of concavity for a function f. രണ്ട് സ്റ്റെപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ, find all values of x for which f double dash x equal to 0 or f double dash x does not exist. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിട്ടിക്കൽ നമ്പർ പഠിച്ച സമയത്ത് പറഞ്ഞു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0യും എഫ് ഡാഷ് എക്സ് ഡു നോട്ട് എക്സിസ്റ്റ് അല്ലെ, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ പോയിന്റുകളായിരുന്നു നമ്മൾ എന്ത് ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് എക്സ് എഫ് ഓഫ് എക്സ് പോയിന്റ് ആയിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ
എഫ് ഡാഷിന് പകരം എഫ് ഡബിൾ ഡാഷ് എക്സ് സീറോയ്ക്കും എഫ് ഡബിൾ ഡാഷ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റും ആവണ എക്സുകളുടെ പോയിന്റ്സുകളാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് മാർക്ക് ദീസ് നമ്പേഴ്സ് ഓൺ എ ലൈൻ. നമ്മൾ അവിടെ ചെയ്ത ക്രിട്ടിക്കൽ പോയിന്റ് ചെയ്ത പോലെ തന്നെ ഈ കിട്ടുന്ന പോയിന്റ്സിനെ നമുക്ക് ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദിസ് ഡിവൈഡ്സ് ദ ലൈൻ ഇൻ ടു നമ്പർ ഓഫ് ഓപ്പൺ ഇന്റർവെൽസ്. നമുക്ക് അറിയണ പോലെ തന്നെ ഇതിനെ കുറെ ഓപ്പൺ ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 2. Choose a test number C from each interval determined in the step 1 and evaluate f dash of C. അപ്പോൾ ഈ ഒരു ഇന്റർവെലിനകത്ത് ഒരു സി എടുക്കണം, എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കണം. അതേപോലെ അടുത്ത ഇന്റർവെലിനകത്ത് ഒരു സി എടുക്കണം, എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കണം. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സും ക്രിട്ടിക്കൽ നമ്പറും ചെയ്ത സമയത്ത് ഓരോ ഇന്റർവെലിന് ഒരു സി എടുത്തിട്ട് എഫ് ഡാഷ് ഓഫ് സി ആണ് നോക്കിയിരുന്നത്, പോസിറ്റീവ് ആണോ ലെസ് ദാൻ ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ f double dash of c greater than 0 ആണെങ്കിൽ the graph of f of x is concave upward on that interval. For example, നമ്മൾ ആദ്യം എടുത്ത ഈ ഇന്റർവെല്ലിൽ f double dash of c greater than 0 ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്വേർഡ് ആയിരിക്കും. അതായത് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതേപോലെ അടുത്ത ഇന്റർവെല്ലിൽ f double dash of c less than 0 ആണെന്ന് വിചാരിക്കുക. f double dash of c less than 0 ആകുമ്പോൾ എന്താ? The graph of f of x is concave downward. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലില് ഗ്രാഫ് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഒന്നുകൂടിയും പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ സീറോയിലേക്ക് കയറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത എക്സുകളെ കണ്ടുപിടിക്കുക. ആ എക്സുകളെ നമുക്ക് പ്ലോട്ട് ചെയ്യാം, അതിനനുസരിച്ച് ഇന്റർവെൽസ് കണ്ടുപിടിക്കാം. ഓരോ ഇന്റർവെലിനകത്തുനിന്നും ഒരു സി എടുക്കുക, അവിടുത്തെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. അതിന് സംശയമൊന്നുമില്ല അല്ലെ, ഈക്വൽ ടു 0 ആവില്ല, കാരണം ഈക്വൽ ടു 0 ആവണ പോയിന്റ്സുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇന്റർവെലിന്റെ അകത്ത് വരുന്നില്ല ഓപ്പൺ ഇന്റർവെൽ എടുക്കുമ്പോൾ. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Determine the interval of concavity for the function f of x equal to 2x raised to 6 minus 5x raised to 4 plus 7x minus 3. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. സോ ഹിയർ ഈസ് ദി എഫ് ഡാഷ് എക്സ്. 2x raised to 6ന്റെ ഡെറിവേറ്റീവ് x raised to 6ന്റെ 6x raised to 5 ആണ്. അപ്പൊ 6 into 2 എന്ന് പറഞ്ഞാൽ 12x raised to 5 minus 5 into 4, that is 20x cube plus 7x into derivative 7, constant derivative 0. So this will be 12x raised to 5 minus 20x cube plus 7. നമുക്ക് എന്താ വേണ്ടത്? f double dash x ആ വേണ്ടത്. അപ്പൊ f double dash x കിട്ടാൻ ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. So 12 into 5, that is 60x raised to 4 minus 20 into 3, that is 60x square plus 7 ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമുക്ക് 60x സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് ആസ് x സ്ക്വയർ മൈനസ് 1, ഓർ ദാറ്റ് ഈസ് സെയിം ആസ് 60x സ്ക്വയർ ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x പ്ലസ് 1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. സോ ഇക്വേറ്റിംഗ് ദിസ് ടു 0, we will get 60 not equal to 0, then x square 0 ആവാം. അപ്പോൾ x 0, x minus 1 0 ആകുമ്പോൾ x 1, x plus 1 0 ആകുമ്പോൾ x minus 1. So these are the 3 points where f double dash of x is 0. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല ഏത് ഡെറിവേറ്റീവ് എടുത്താലും അവിടെ എക്സിസ്റ്റ് ചെയ്തോളും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളോട് വരാൻ പോണില്ല. whereas f double dash of x equal to 0, we got these points x equal to 0, x equal to 1 and x equal to minus 1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിയൽ ലൈനിൽ x equal to 0 എന്ന് പറയുന്ന പോയിന്റ്, x equal to 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, x equal to minus 1. ഇത്രയും പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. Correspondingly, we are getting the intervals minus infinity minus 1, അടുത്ത ഇന്റർവെല് minus 1 0, next one is 0 1 and last one is 1 infinity. 4 ഇന്റർവെൽസ് ആണ് നമുക്ക് വരുന്നത്, ശരിയല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു -1, -1 to 0,
0 to 1 and 1 to infinity. ഇനി എന്ത് ചെയ്യണം? ഈ 4 ഇന്റർവെൽസിനകത്തുനിന്ന് ഒരു സി എടുത്തിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കണം. വാല്യൂന്റെ ആവശ്യം നമുക്കില്ല, ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഫ്രം ദി ഫസ്റ്റ് ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 2 നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന അതേ പോയിന്റ് എടുക്കാം. എക്സ് ഈക്വൽ ടു -2 എടുത്തു ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് -2 എന്താന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ വാല്യൂ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല, ഇവിടെ നിങ്ങൾ നോക്കിയാലും മതി. ഇതാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പൊ എക്സ് -2 അടുത്തെങ്കിൽ 60 ഇൻറ്റു ഇവിടെ എന്ത് നമ്പർ ആയിക്കോട്ടെ സ്ക്വയർ ആണ്, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ഇൻറ്റു എക്സ് -2 ആണ്. അപ്പൊ -2 - 1 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ ദിസ് ഈസ് നെഗറ്റീവ് ഇൻറ്റു -2 + 1 എന്ന് പറഞ്ഞാലും എന്താണ്? നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിൽ ഗിവ് യു എ പോസിറ്റീവ് നമ്പർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിക്കാം, വാല്യൂ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ദി ഫസ്റ്റ് ഇന്റർവെൽ. ഫസ്റ്റ് ഇന്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ 0 മീൻസ് വാട്ട്? ഞാൻ ഇതിന്റെ അടിയിൽ ഷേപ്പ് എന്ന് വരയ്ക്കുകയാണ്, കോൺകേവ് അപ്പ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇന്റർവെൽ എന്ന് പറഞ്ഞത് -1 to 0 ആണ്. അപ്പൊ അതിന്റെ ഇടയിലത്തെ ഒരു പോയിന്റ് എക്സ് ഈക്വൽ ടു -1/2 എടുത്തു. അഗെയിൻ ഐ ആം ടേക്കിംഗ് f double dash of x in this manner. First term is 60x², that is positive for any x. അടുത്ത -1/2 ആയിരുന്നു അല്ലെ, x -1/2 ആണ്. അപ്പൊ -1/2 -1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ്. -1/2 + 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ ദിസ് വിൽ ഗീവ് യു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈസ് നെഗറ്റീവ്, അഗൈൻ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈസ് നെഗറ്റീവ്. സോ ദിസ് ഈസ് ലെസ് ദാൻ 0. സോ വി ഗോട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈസ് ലെസ് ദാൻ 0. ഈ വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നിങ്ങൾ ഈ എക്സിന് കറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും, അതിന്റെ ആവശ്യമില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 എന്ന് കിട്ടി. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 മീൻസ് വാട്ട്? ദിസ് ഈസ് കോൺകേവ് ഡൗൺ, ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ്. സിമിലർലി ഓൺ ദി ഇന്റർവൽ 0, 1 വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എക്സ് ഈക്വൽ ടു 1/2. 1/2 കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? Positive into 1/2 - 1, that is negative. Next is 1/2 + 1, that is positive. So this product is less than 0. So we got this as f double dash of c less than 0. Again we have the concave down shape. And for the last interval, taking x equal to 5 തന്നെ എടുക്കണമെന്നില്ല, any number between 1 and infinity, you will get this as പോസിറ്റീവ്. x² പോസിറ്റീവ് ആണ്, 5 - 1 4 പോസിറ്റീവ് ആണ്, 5 + 1 6 പോസിറ്റീവ് ആണ്. സോ പ്രൊഡക്റ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് അഗൈൻ പോസിറ്റീവ്. സോ ദിസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ വി ഹാവ് കോൺകേവ് അപ്പ് ഷേപ്പ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഗ്രാഫില്, അപ്പൊ അത് തന്നെയാണ് ഇവിടെ താഴെ വരച്ചിരിക്കുന്നത്. -1 വരെ നമുക്ക് കിട്ടിയ അതേ ഷേപ്പ് അല്ലെ, കോൺകേവ് അപ്പാണ്. -1 to 0 കോൺകേവ് ഡൗൺ ആണ്, അടുത്തതിലും കോൺകേവ് ഡൗൺ ആണ്, ലാസ്റ്റ് വണ്ണിൽ കോൺകേവ് അപ്പാണ്. അപ്പൊ ഇവിടെ നമ്മളിത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇന്റർവെല്ലിൽ കോൺകേവ് അപ്പ് ആണ്. സോ യു ക്യാൻ സീ ദ ഷേപ്പ് ഹിയർ അല്ലെ, യു ഷേപ്പിലാണ് കിടക്കുന്നത്, കോൺകേവ് അപ്പ് ആണ്. ടാൻജൻസ് സ്ലോപ്പ് എന്താ സംഭവിച്ചത്? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് വന്നു. അടുത്ത -1 to 0 എന്ന് പറയുന്ന ഇന്റർവെല്ലിനകത്ത് കോൺകേവ് ഡൗൺ ആണ്. ഈ ഒരു സ്ഥലത്ത് കോൺകേവ് ഡൗൺ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇനി 0 to 1 കോൺകേവ് ഡൗൺ ആണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്തും കോൺകേവ് ഡൗൺ ആണ്. And 1 to infinity concave up on. So this is the graph of the function and this is the procedure to find the concavity of a graph. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അവിടെ f ഡാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഇവിടെ f ഡബിൾ ഡാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺകേവ് അപ്പിന്റെ കേസും ഡൗണിന്റെ കേസും. കോൺകേവ് അപ്പ് എന്ന് പറയുമ്പോൾ f ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടുത്തെ സ്ലോപ്പ് നമ്മൾ കണ്ടതാണ്. സ്ലോപ്പ് എന്തായിരുന്നു? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് വരണമായിരുന്നു. സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡിലൊക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം വേർ എഫ് ഡാഷ് 0 അല്ലെ.
അപ്പൊ കോൺകേവ് അപ്പിന്റെ കേസിൽ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് ലെസ് ദാൻ 0 ആണ്. ആ ഒരു പോയിന്റിൽ അതായത് ക്രിട്ടിക്കൽ നമ്പറിൽ എഫ് ഡാഷ് 0 ആണ്. ക്രിട്ടിക്കൽ നമ്പറിന്റെ റൈറ്റ് സൈഡിലേക്ക് എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് കേസ് ആയിട്ടാണ് കോൺകേവ് ഡൗണിന്റെ വരുന്നത്. കോൺകേവ് ഡൗൺ എന്ന് പറയുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് ഇവിടെ പോസിറ്റീവ് സ്ലോപ്പ് ആണ്, പക്ഷെ കുറഞ്ഞ് കുറഞ്ഞ് ഇവിടെ 0 ആവും, പിന്നെ നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഹിയർ എഫ് ഡാഷ് ഈസ് 0 ആൻഡ് in the left of that point critical നമ്പറിന്റെ ലെഫ്റ്റിലേക്ക് എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്, റൈറ്റ് സൈഡിലേക്ക് എഫ് ഡാഷ് ലെസ് ദാൻ 0 ആണ്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ആലോചിച്ച് വെക്കുക. കോൺകേവ് അപ്പ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡിക്രീസിങ്ങും റൈറ്റ് സൈഡിൽ എഫ് ഇൻക്രീസിങ്ങും ആണ്. കോൺകേവ് ഡൗൺ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഡിക്രീസിങ്ങും ആണ്. ആൻഡ് there will be one point where f dash will be 0. Now we have one definition, inflection point. An inflection point or point of inflection is a point C f of c on the graph of a function f where the concavity changes. At such point, either f double dash of c equal to 0 or f double dash of c does not exist. അപ്പൊ നിങ്ങൾക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റിനെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയുന്നത് എഫ് ഡാഷ് 0യോ എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ ഒരു പോയിന്റിലായിരുന്നു ക്രിട്ടിക്കൽ നമ്പർ ഉണ്ടായിരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് സി എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ്. സോ സിമിലർലി ഇവിടെ നമ്മൾ ചെയ്യണത് എഫ് ഡബിൾ ഡാഷിന്റെ കേസാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി 0യോ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് ആവണ സി എടുത്തിട്ട് ആ കറസ്പോണ്ടിങ് സി എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇൻഫ്ലക്ഷൻ പോയിന്റിലായിരിക്കും ഗ്രാഫിന്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പൊ ഈ ഒരു ഫിഗർ എടുത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഗ്രാഫ് ആദ്യം കോൺകേവ് അപ്പ് ആണ്, ഈ ഒരു സ്ഥലത്ത് കോൺകേവ് അപ്പ് ആണ്. ഈ ഒരു പോയിന്റിൽ -1 -13 അതായത് -1 വരെ ആദ്യത്തെ ഇന്റർവെല് ശരിയല്ലേ, -1 വരെ പിന്നെ 0 പിന്നെ 1 അങ്ങനെയായിരുന്നു ഇന്റർവെൽസ്. സോ -1ലാണ് ഇതിന്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്തത്. കോൺകേവ് ഡൗൺ ആയി, പിന്നെയും അടുത്ത ഇന്റർവെല്ലും ഡൗൺ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 1ന് ശേഷം വരുന്ന ഇന്റർവെല്ലാണ് അപ്പ് ആയത്. അപ്പൊ രണ്ട് സ്ഥലങ്ങളിലാണ് ഇതിന്റെ കോൺകേവിറ്റി മാറിയത്, ഒന്ന് ഈ ഒരു പോയിന്റിലും ഒന്ന് ഈ ഒരു പോയിന്റിലും. സോ ദിസ് ഈസ് ദാറ്റ് സി വെർ എഫ് ഡബിൾ ഡാഷ് സി ഈസ് 0. -1 -13 ഇവിടെ പോയിന്റ് 1 1 ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുക കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ഫോർ എ ഫംഗ്ഷൻ എഫ്. Compute f double dash x and determine all points in the domain of f where either f double dash c equal to 0 or f double dash c does not exist. നേരത്തെ പോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, അതിനുശേഷം എഫ് ഡബിൾ ഡാഷ് ഓഫ് സി 0 ആവണം, സികൾ കണ്ടുപിടിക്കുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യാത്ത സികൾ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 പറയുന്നത് ഫോർ ഈച്ച് നമ്പർ സി ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 ഡിറ്റർമൈൻ ദി സൈൻ ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് ടു ദി റൈറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അപ്പൊ എക്സ് ഈക്വൽ ടു സി എന്നൊരു പോയിന്റ് കിട്ടി വേർ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈസ് എയ്തർ 0 ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും ഇതിന്റെ റൈറ്റ് സൈഡിലും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ വരിക നോക്കുക. ദാറ്റ് ഈസ് ഫോർ എക്സ് ലെസ് ദാൻ സി ആൻഡ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ സി. അപ്പൊ ഈ സൈഡാണ് എക്സ് ലെസ് ദാൻ സി, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ സി. If f double dash of x is greater than 0 on one side of x equal to c and f double dash of x is less than 0 on other side, then c f of c is an inflection point of f. അതായത് ഒരു സൈഡിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്ററും മറ്റേ സൈഡിൽ ലെസ്സും ആണെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ലെസ് ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ, ഈ ഒരു ഫോമിൽ കിട്ടുകയാണെങ്കിൽ ദാറ്റ് പോയിന്റ് സി എഫ് ഓഫ് സി ഈസ് കോൾഡ് ദി ഇൻഫ്ലക്ഷൻ പോയിന്റ് ഫോർ ദി ഫംഗ്ഷൻ എഫ്. അപ്പൊ ചിലപ്പോൾ രണ്ട് സൈഡും ഒരേ സൈൻ വരാം, ഇവിടെയും ഗ്രേറ്റർ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 വരാം, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരാം, ഇവിടെയും ഗ്രേറ്റർ ദാൻ 0 വരാം. ഇൻ സച്ച് എ കേസ് ഈ ഒരു പോയിന്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ പറ്റില്ല. ഓക്കെ, ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ല, ഇതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫിൽ കിടക്കണ സി എഫ് ഓഫ് സി. ഓക്കെ, ഈ ഒരു പോയിന്റിന് ഈ കേസിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ പറ്റില്ല. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
In each case, find all inflection point of the given function. F of x equal to 3x raised to 5 minus 5x raised to 4 minus 1. That is the first question. And second question is g of x equal to x raised to 1 by 3. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. പിന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? 3x raised to 5 ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 5 into 3 15x raised to 4 minus 5 into 4 20x raised to 3. So that is f dash of x. ഇനി f double dash of x കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. That is 60x cube minus 60x square. That is 60x square into x minus 1. ഇതാണ് f double dash of x. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സ്റ്റെപ്പ് 1 പറഞ്ഞിരിക്കുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി 0 ആവണ സികളും അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യാത്ത സികളും കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരിക്കലും എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഇല്ല. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി 0 ആവണ സികൾ കണ്ടുപിടിക്കാം. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 60x square into x minus 1 equal to 0. That implies നേരത്തെ പോലെ തന്നെ x 0 ആവാം, x 1 ആവാം. ഇവിടെ -1 ഇല്ല, കാരണം ഇവിടെ x plus 1 എന്ന് പറയുന്ന ടേം ഇല്ല. സോ രണ്ട് പോയിന്റ് ആണ് സി ആയിട്ട് കിട്ടണത്. അതായത് x ഈക്വൽ ടു 0ലും x ഈക്വൽ ടു 1ലുമാണ് എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ വാല്യൂ 0 ആവണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് പോയിന്റിനെ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 0 1. സോ ഫസ്റ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് -∞ 0, സെക്കൻഡ് ഇന്റർവെൽ 0 1, തേർഡ് ഇന്റർവെൽ 1 ഇൻഫിനിറ്റി. ഇനി സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? ഡിറ്റർമിൻ ദ സൈൻ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ കണ്ടുപിടിക്കാം. അപ്പൊ നേരത്തെ പോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ -∞ to 0 ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. ഇവിടെ എടുത്ത പോലെ തന്നെ എക്സിന് -1 എടുക്കാം. സോ എക്സിന് -1 എടുക്കുന്ന സമയത്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 എന്താ വരിക? ഇതാണ് നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. 60x സ്ക്വയറിനെ ഞാൻ ഒഴിവാക്കുകയാണ്, കാരണം അയാൾ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ സൈന് നോക്കുമ്പോൾ ആരെ മാത്രം നോക്കിയാൽ മതി? എക്സ് -1ന്റെ സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ -1 കൊടുത്തത് -1 വരും. ദാറ്റ് ഈസ് -2, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ, സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 ഈസ് ലെസ് ദാൻ 0. ഇനി നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ ഒക്കെ വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 60x സ്ക്വയർ ഇൻടു x -1 കൊടുത്ത വാല്യൂ കിട്ടും. വാല്യൂവിന്റെ ആവശ്യമില്ല, നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ് പോയിന്റ്, 0ന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ, ഇനി ടു ദ റൈറ്റ് സൈഡ് ഓഫ് 0 എടുക്കാം. അതായത് 0 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ എടുക്കാം. 0 1 ഇന്റർവെൽ നമുക്ക് 1/2 കൊടുക്കാം. 1/2 കൊടുക്കുന്ന സമയത്ത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1/2 എന്ന് പറയുമ്പോൾ അഗൈൻ 60x സ്ക്വയർ നമുക്ക് ആവശ്യമില്ല. എക്സ് -1, എക്സിന് വരെ 1/2 കൊടുക്കാം. 1/2 -1 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പൊ ടു ദ ലെഫ്റ്റ് സൈഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 കിട്ടിയ പോലെ തന്നെ ടു ദ റൈറ്റ് സൈഡ് ഓൾസോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഓക്കെ, സോ സി എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ അല്ല കിട്ടുന്നത്. നമ്മളോട് എന്താ പറയുന്നത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓൺ വൺ സൈഡ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഓൺ ദി അതർ സൈഡ് കിട്ടുകയാണെങ്കിലാണ് സി എഫ് ഓഫ് സി ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവുള്ളൂ. പക്ഷെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് എടുത്തപ്പോഴും റൈറ്റ് സൈഡ് എടുത്തപ്പോഴും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ കിട്ടിയത്? ലെസ് ദാൻ 0 ആണ്. അപ്പൊ ഈ പോയിന്റിന്റെ സി എഫ് ഓഫ് സിക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ പറ്റില്ല. ഇനി അടുത്തത് എന്താണ്? 1 ആണ്. അപ്പൊ 1ന്റെ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഇനി 1ന്റെ റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. 1ന്റെ റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സിന് 2 അല്ലെങ്കിൽ നേരത്തെ പോലെ 5 കൊടുക്കാം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 5 ആണ് കൊടുക്കണമെങ്കിൽ എന്ത് കിട്ടും? x -1 will be 5 -1. That is 4 is greater than 0. That means f double dash of x is greater than 0 in the interval 1 infinity. അപ്പൊ 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ 0 ഉം റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടാളും ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അറ്റ് ദിസ് പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ ദ പോയിന്റ് 1 f of 1 is a
ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിരിക്കും. ശരിയല്ലേ? സി എഫ് ഓഫ് സി ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഫിഗർ നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് കോൺകേവ് ഡൗൺ ആണ്. ഇവിടെ രണ്ടാമത്തെ ഇന്റർവെല്ലിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. അഗെയിൻ കോൺകേവ് ഡൗൺ ആണ്. മൂന്നാമത്തെ കേസിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. കോൺകേവ് അപ്പ് ആണ്. അതായത് ഇവിടെ നെഗറ്റീവ് ആണ്. ഇവിടെ ലെസ് ദാൻ 0 കിട്ടി, ഇവിടെ ലെസ് ദാൻ 0 ആണ് കിട്ടി, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 കിട്ടി. അപ്പൊ 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഒരേ സൈൻ ആണ്. ഇനി കർവ നിങ്ങൾ നോക്കണമെങ്കിൽ രണ്ട് സൈഡും കോൺകേവ് ഡൗൺ ആണ്. അപ്പോൾ ഈ പോയിന്റിന് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ പറ്റില്ല. ഇനി 1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ 0യും റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ 0 ഓപ്പോസിറ്റ് സൈൻ ആണ്. അല്ലെങ്കിൽ കോൺകേവിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഡൗൺ ആണ്, പിന്നെ അപ്പ് ആണ്. സോ ദ കോൺകേവിറ്റി ചേഞ്ചസ് അല്ലെ, ഡൗൺ നിന്ന് അപ്പിലേക്ക് മാറുന്ന ഒരു പോയിന്റ് ആണ് 1. സോ ബൈ ഡെഫിനിഷൻ ഈ പോയിന്റ് 1 എഫ് ഓഫ് 1 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫ് ഓഫ് 1 എന്താണെന്ന് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് 1 നമുക്ക് നോക്കാം. എഫ് ഓഫ് 1 കൊടുത്താൽ we will get this as 3 into 1 raised to 5 minus 5 into 1 raised to 4 minus 1. That is 3 minus 5 minus 1. That is minus 3. So the point 1 minus 3 is the inflection point. So if you draw the graph, you will get the graph like this. കാരണം ഫസ്റ്റത്തെ ഇന്റർവെല്ലിൽ കോൺകേവ് ഡൗൺ ആണ്. അതായത് 0 വരെ കോൺകേവ് ഡൗൺ ആണ്. 0 to 1 വരെയും കോൺകേവ് ഡൗൺ ആണ്. 1 to ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്പ് ആണ്. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യണത് ഈ ഇവിടെ ഒന്നും സൈൻ ചേഞ്ച് ആയില്ല. ഇവിടെയാണ് കോൺകേവിറ്റിയുടെ സൈൻ ചേഞ്ച് ആയത് ഈ ഒരു പോയിന്റിൽ. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് 1 minus 3. So this is the way to find an inflection point.